പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 19-ാം സങ്കീർത്തനം 6-ാം വാക്യം. ആകാശത്തിൻ്റെ അറ്റത്തുനിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ശാസ്ത്രീയ ചിന്തയും ഭൗതിക ശാസ്ത്രവും വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന ചിന്തകൾ വിപ്ലവാത്മകമാണ്. ദൈവിക ബന്ധത്തിൽ പ്രകൃതിയെ കാണുവാൻ ഈ സങ്കീർത്തനം നമ്മെ ഒരുക്കുന്നു. സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളെ പ്രഥമമായി ഈ വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നു. സൂര്യനും സൗരയൂഥവും മുഴുവനും കൂടെ ഒന്നിച്ച് അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ ചൂടും വെളിച്ചവും സകല ജീവജാലങ്ങൾക്കും ആവശ്യമാണ്. തന്മൂലമാണ് ജീവജാലങ്ങൾക്ക് ഉന്മേഷവും വളർച്ചയും ലഭിക്കുന്നത്. അതുപോലെയാണ് ക്രിസ്തുവും. സഭയുടെ നടുവിൽ പരിലസിക്കുന്ന സൂര്യനാണ് ക്രിസ്തു. അവനിൽ നിന്ന് ചൂടും വെളിച്ചവും സഭയ്ക്ക് ലഭിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ആത്മീയമായ ഉന്മേഷവും വളർച്ചയും നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മീയമായി തകർച്ചയിലും മുരടിച്ച ജീവിതാനുഭവങ്ങളിലുമാണ് നാം ഇന്ന് ജീവിക്കുന്നതെങ്കിൽ സൂര്യനായ ക്രിസ്തുവിൽ നിന്ന്, അവൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ്. അവൻ്റെ സാന്നിധ്യത്തിലേക്ക് ഈ നാളുകളിൽ നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.